നമ്മുടെ അടുത്ത് പഴയ ഇതുപോലെ കുറച്ച് സാധനങ്ങളുണ്ട്, കാർഡ്ബോർഡും ഉണ്ടെങ്കിലൊരു പെട്ടെന്നൊരു ട്രീ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ്. അതിന് നമുക്കൊന്ന് ഒരു റൗണ്ട് ഷേപ്പിലൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഏകദേശം ഇച്ചിരി വലിപ്പമുള്ള പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എടുക്കേണ്ടത് 4 ചെറിയ ഇതുപോലെ ഇത്രയും വീതിയിലുള്ള 4 പീസാണ് എടുക്കേണ്ടത്. ഇതുപോലെ 4 എണ്ണം മതിയാവും. ഇത് നമ്മൾ മുറിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം ഇതുപോലെ സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള ഒരു നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് തന്നെ യൂസ് ചെയ്താലും മതി. അതിൻ്റെ നടുക്ക് അത് ഫിക്സ് ചെയ്യാണ്ടൊരു ഹോൾ ഉണ്ടാക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ നടുവിലേക്കൊന്ന് ഫിക്സ് ചെയ്യാം. നമ്മൾ താഴെ ഒരു ചെറിയ പീസ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമ്മളിത് ഫിക്സ് ചെയ്യുമ്പോഴേക്കും നല്ല ടൈറ്റായിട്ടിരിക്കും. നമുക്കിതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ക്ലീനക്സിൻ്റെ തീർന്ന ഈ ഒരു ഭാഗം എടുത്താലും മതിയാവും. പിന്നെ നമ്മൾ ഈ 4 പീസ് ഇതുപോലെ 4 സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇച്ചിരി വീതി നല്ല കൂർപ്പിച്ച് വീതി കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കൊന്നുകൂടെ ഫിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു നൂല് വെച്ച് കെട്ടി റബ്ബർ ബാൻഡ് ഇട്ടാലും മതിയാവും. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ക്ലീനക്സിൻ്റെ ഈ എംറ്റി ആയിട്ടുള്ളൊരു പാർട്ട് എടുത്ത് മേളിൽ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാമെങ്കിൽ നമുക്ക് നല്ല ടൈറ്റായിട്ടിരിക്കും. നല്ലൊരു ഷേപ്പും അതിന് കിട്ടും. അപ്പോൾ ഇത് എൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ മുമ്പ് ഉപയോഗിച്ച് മടുത്തിരിക്കുന്നതായ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെറിയ മാലകളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മൾട്ടി കളർ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാം. ഒരു കളർ തന്നെ മതിയെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റെ അടുത്ത് 2-3 കളറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഗ്ലൂ സ്റ്റിക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക. അത് ഊർന്ന് താഴെ പോയിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്താലും മതിയാവും. ഇതുപോലെ എല്ലാം ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നന്നായി ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് ലൂസായിട്ടിരുന്നാലേ നമുക്ക് ട്രീക്ക് ഇച്ചിരി വലിപ്പം തോന്നുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ട് തോന്നും. അപ്പം ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഗ്രീൻ കളർ ഒരു കളർഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ഗ്രീൻ കളറുള്ള നല്ല സ്മോൾ ചെറീസുള്ള ആ ഒരു മാലയും കൂടെ ഉണ്ട്. അതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ ബർത്ത്ഡേ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ മിച്ചം ഉണ്ടെങ്കിൽ പഴയതെടുത്തിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്റ്റാറൊക്കെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ട് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഇതനുസരിച്ച് എല്ലാം ചെയ്തെടുത്തിട്ട് ഇതുപോലെ സ്റ്റാർ ഏരിയയിലേക്കൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഡബിൾ സൈഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ഒരു സ്റ്റാറും കൂടെ മേളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ, ഒരു മുടക്കും ഇല്ലാത്തൊരു ക്രിസ്മസ് ട്രീ ആണ്. യാതൊരു വക പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.